ES ബിജു, താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുകയാണ്. 255.83 ഗ്രാം സ്വർണമാണ് അവിടെ നിന്ന് കളവ് പോയിരിക്കുന്നത്. കാണാനില്ല എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ഭക്തർ ദേവന് സമർപ്പിച്ച സ്വർണം കാണാതെയായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇവർ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണമാണ്. ഇവർ പറയുന്ന ന്യായങ്ങളൊക്കെ വിചിത്രമാണ്. എന്തായാലും ES ബിജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർണം, തിരുവാഭരണങ്ങൾ, മൂല്യവസ്തുക്കൾ, അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് വൈക്കം ക്ഷേത്രത്തിലും സംഭവിച്ചിട്ടുള്ളത്. വൈക്കത്തപ്പന്റെ തിരുവാഭരണം നഷ്ടപ്പെടുന്നതിന്റെ കണക്ക് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ഞാൻ. ഇന്ന് 255 ഗ്രാം 830 മില്ലി സ്വർണം നഷ്ടപ്പെട്ടതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അവിടെ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന തിരുവാഭരണങ്ങൾ, മൂല്യവസ്തുക്കൾ എല്ലാം സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെടുകയാണ്. അത്തരം ഒരു സംഭവം തന്നെയാണ് വൈക്കത്തും നടന്നിട്ടുള്ളത്. ആറന്മുളയിലെ വഴിപാട് സ്വർണം 58 പവൻ നഷ്ടപ്പെട്ടു. ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു. കൊല്ലം ശാസ്താംകോട്ടയിലെ കൊടിമരം 2013 നിർമ്മിച്ച കൊടിമരം 6 കിലോഗ്രാമിൽ നിർമ്മിച്ച ആ കൊടിമരം ചെമ്പ് തെളിഞ്ഞു. എത്രയോ കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു. എത്രമാത്രം അന്വേഷണം നടത്തിയിട്ടാണ് യഥാർത്ഥ പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. പുറത്ത് അവരെ ഭക്തജന സമക്ഷം അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇത് സ്ഥിരമായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അവിടെ വരുന്ന ഓരോ ക്ഷേത്രങ്ങളിലും വരുന്ന തിരുവാഭരണങ്ങളുടെ അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കുന്ന വഴിപാടുകളുടെ കാര്യം 4-ാം നമ്പർ തിരുവാഭരണ രജിസ്റ്റർ രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയ സ്വർണങ്ങളുടെ കണക്കിൽ 255 ഗ്രാം 830 മില്ലി സ്വർണം കാണാനില്ല എന്ന് പറയുമ്പോൾ ആ സ്വർണത്തിന്റെ തൂക്കം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ കാണുന്നത്, ആ 199 സ്വർണ പൊതികളിലായി ദേവസ്വം സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ വഴിപാട് സ്വർണവും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ശബരിമലയിലെ അയ്യപ്പനെ, ശ്രീധർമ്മശാസ്താവിനെ ഒഴിച്ച് മറ്റെല്ലാ അവിടുത്തെ സ്വർണ്ണപ്പാളികളും അതുപോലെ വഴിപാട് സ്വർണങ്ങളും എല്ലാം കൊള്ളയടിച്ചവർ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ളത്. മന്ത്രിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇവരെല്ലാവരും ആണ് കൂട്ടുനിന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ മൂല്യം കൂടി പരിശോധിക്കാൻ തയ്യാറാണ് വൈക്കത്തപ്പന്റെ സ്വർണ്ണ നഷ്ടത്തിന്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. 255.830 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു. 3247 ഗ്രാമിൽ നിന്ന് 2900. തീർച്ചയായും രജിസ്റ്ററിലും മുദ്രപൊതിയിലും ഉള്ള കണക്കുകളിൽ സർവത്ര പൊരുത്തക്കേട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ സ്വർണം കൃത്യമായ ഒരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് ES ബിജു ചൂണ്ടിക്കാട്ടുന്നത്. 255.83 ഗ്രാം സ്വർണമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കാണാതെയായിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ നിർണായക കണ്ടെത്തൽ ഉള്ളത്, ഗുരുതരമായ കണ്ടെത്തൽ ഉള്ളത്. എന്തായാലും സ്ട്രോങ് റൂമിലെ സ്വർണം ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്.